റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കട്ടിളപ്പാളിക്ക് മുകളിലുള്ള ശിവ വ്യാളി രൂപങ്ങളിലെ 7 സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ കൊണ്ടുപോയി ഒരുക്കി. സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് വേർതിരിച്ച സ്വർണം പങ്കജ് ഭണ്ഡാരി പണിക്കൂലിയായി എടുത്തെന്നും SIT കണ്ടെത്തൽ. കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT സമർപ്പിച്ച രേഖകളിലാണ് നിർണായക വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു ഹരിമോഹനും TV പ്രസാദും. ആദ്യം ഹരിമോഹനിലേക്കാണ്. ഹരിമോഹൻ, ഈ കേട്ട കൊള്ളയൊന്നുമല്ല, കൂടുതൽ കൊള്ള നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാവുകയാണ്. അത് നമ്മൾ സംശയിച്ചിരുന്നു, പക്ഷേ കേൾക്കുന്ന കണക്കുകൾ ഞെട്ടലാണ്. എവിടെയൊക്കെ കട്ടിട്ടുണ്ട്? റോഷ്നി, എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രമേ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ. അയ്യപ്പന്റെ വിഗ്രഹം ഒഴിച്ചുള്ള ബാക്കി സ്ഥലങ്ങളിലൊക്കെ തന്നെ കൈവച്ചിട്ടുണ്ട് എന്നുള്ള സംശയം ഇപ്പോൾ SITക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ശ്രീകോവിലിന് തൊട്ടടുത്തുള്ള എല്ലാ സ്വർണവും, ഒരു തരി സ്വർണം പോലും വിടാതെ ഈ കൊള്ളസംഘം തൊട്ടുകഴിഞ്ഞു, അല്ലെങ്കിൽ അപഹരിക്കാനുള്ള ശ്രമം നടത്തിക്കഴിഞ്ഞു, കൊള്ളയ്ക്ക് വലിയൊരു ശ്രമം നടത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി SITയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രതികളായിട്ടുള്ള ഗോവർദ്ധന് വേണ്ടിയും പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടിയും നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയിലും പ്രൊഡക്ഷൻ വാറണ്ടിലുമാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്, നമ്മൾ തുടക്കത്തിൽ കരുതിയിരുന്നത് പോലെ ദ്വാരപാലക പാളികളിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് എന്ന് തെളിയിക്കപ്പെടുകയാണ്. അതിന്റെ കൃത്യമായ കണക്കുകൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പക്ഷേ അപ്പോൾ പോലും SITയുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ശബരിമല ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിലും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിലും കട്ടിളയുടെ മുകൾപ്പടി ചെമ്പുപാളിയിലും കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലുമായുള്ള 7 ചെമ്പുപാളികൾ, ഈ 7 ചെമ്പുപാളികളിലുള്ള സ്വർണം കവർന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് SIT കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. അത് എത്രയാണ് എന്നുള്ളത് അടക്കമുള്ള വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷെ അത് എങ്ങനെയാണ് എന്നുള്ളത് ഏറെക്കുറെ SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് ദ്വാരപാലകപാളിയും കട്ടിളപ്പാളിയും അല്ലാതെ ഈ ഓരോ രൂപങ്ങളും, വ്യാളി രൂപവും പ്രഭാമണ്ഡലവും അടക്കമുള്ളവ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഫാക്ടറിയിൽ പ്രതികൾ എത്തിക്കുകയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി മറ്റു പ്രതികൾ കൂടി സഹായമായി നിന്നുകൊണ്ട് പങ്കജ് ഭണ്ഡാരിയുടെ ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ചുകൊണ്ട് ഏതോ രാസമിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് അവിടെ സ്വർണം വേർപെടുത്തുകയാണ്, അല്ലെങ്കിൽ സ്വർണം വേർതിരിക്കുകയാണ്. അങ്ങനെ വേർതിരിച്ചെടുത്ത സ്വർണം പിന്നീട് പല ദിക്കുകളിലേക്കും പോവുകയാണ്. അത് എങ്ങോട്ടൊക്കെയാണ് പോയതെന്നും ആർക്കാണ് വിറ്റതെന്നുമുള്ള കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുകയാണ്. എത്ര സ്വർണമാണ് ഇത്തരത്തിൽ വേർതിരിച്ചെടുത്തത്? മാത്രമല്ല 2 ചോദ്യങ്ങൾ അവിടെ പ്രധാനമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, ഇത് വിറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേർതിരിച്ചെടുത്ത സ്വർണം ഏതെങ്കിലും നിലയിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ് കൊണ്ടുപോയത്, എവിടെയാണ് കൊണ്ടുപോയത്? രണ്ടാമത്തെ ചോദ്യം, യഥാർത്ഥ പാളികൾ തന്നെയാണോ, യഥാർത്ഥ ഉരുപ്പടികൾ തന്നെയാണോ ഇപ്പോഴും സന്നിധാനത്തുള്ളത്? അതെയോ അവിടെ വെച്ച് ഏതെങ്കിലും നിലയിൽ പകർപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ പകർപ്പുകളാണോ ശബരിമലയിൽ എത്തിച്ചത് എന്നുള്ള ചോദ്യമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉയരുന്നത്. ഇത്രയധികം സ്വർണം ഇത്രയധികം വ്യാപ്തിയോടുകൂടി കവർന്നെടുക്കാൻ, കൊള്ളയടിക്കാൻ വേണ്ടി തയ്യാറെടുത്ത, ഗൂഢാലോചനയോടുകൂടി തയ്യാറെടുത്ത ഒരു വലിയ സംഘം സ്വാഭാവികമായിട്ടും ആ പകർപ്പിന്റെ സാധ്യതകൾ ഉപയോഗിച്ചിരിക്കാം എന്നുള്ള സംശയം കൂടി SITക്കുണ്ട്. അതിനി ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനൊരു റിപ്പോർട്ട് വരേണ്ടിയിരിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് മുൻപ് സന്നിധാനത്ത് വെച്ച് ഒരു സാമ്പിൾ ശേഖരണം നടന്നിരുന്നു. അതായത് 1998 വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ എല്ലാ ഉരുപ്പടികളുടെയും സാമ്പിൾ ശേഖരിച്ചിരുന്നു. ആ സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ VSSCയുടെ ലാബിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിരുന്നു. അവിടെ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ജനുവരി 10-നുള്ളിൽ ആ റിപ്പോർട്ട് കിട്ടുമെന്നുള്ളതാണ് SIT ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ റിപ്പോർട്ട് കിട്ടിയാൽ അതിനകത്ത് 2 കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവും. ഏതൊക്കെ ഉരുപ്പടികളിൽ നിന്നാണ് സ്വർണം കാണാതെ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെട്ടുള്ളത്? 2, ഏതൊക്കെ ഉരുപ്പടികളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് സന്നിധാനത്തുള്ളത് എന്നുള്ളത് കൂടി കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള കാര്യം SIT റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കാത്തിരിക്കുകയാണ് SIT എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇന്നലെ ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി, ഈ 2 പ്രധാനപ്പെട്ട പ്രതികൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറത്തേക്ക് കേരളത്തിന് പുറത്ത് ഈ ഉരുപ്പടികളും സ്വർണവും ഒക്കെ കൈകാര്യം ചെയ്തു എന്ന് ഉറപ്പുള്ള പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനെയും ഇന്നലെ ഒരൊറ്റ ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇവരിൽ നിന്ന് കൂടുതലായി എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ SITക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ
നോക്കിക്കാണേണ്ടത്. കാരണം ഗോവർദ്ധനാണ് ഈ ആദ്യം വേർതിരിച്ച, അതായത് പാളികളിൽ നിന്ന് വേർതിരിച്ച് SITക്ക് ഉറപ്പുള്ള ഒരു 989 ഗ്രാം സ്വർണ്ണമുണ്ട്. അത് തുടക്കത്തിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ആ 989 ഗ്രാമിൽ 474 ഗ്രാമാണ് ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരിലെ ജ്വല്ലറി ഉടമ വാങ്ങുകയും അത് പിന്നീട് SIT അവിടെ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് ആ കൊള്ളയടിച്ച സ്വർണത്തിന്റെ തത്തുല്യമായ സ്വർണം, ഈക്വൽ എമൗണ്ട് ആയിട്ടുള്ള സ്വർണം, അത് ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് SIT പോരുകയും ചെയ്തു. അതേ കാര്യം തന്നെയാണ് പങ്കജ് ഭണ്ഡാരി സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വാങ്ങിയതും. അതായത് 109 ഗ്രാം എന്ന് പറയുന്നത് പണിക്കൂലിയായി സ്മാർട്ട് ക്രിയേഷൻസ് വാങ്ങിയിരുന്നു. അതും തത്തുല്യമായ സ്വർണം എന്നുള്ള നിലയിൽ SIT കൊണ്ടുവരികയും ചെയ്തിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടി കണക്കാക്കിയാലും 600 ഗ്രാം പോലും വരികയില്ല. ആ വ്യാളി രൂപവും പ്രഭാമണ്ഡലവും അടക്കമുള്ള വലിയ രീതിയിലുള്ള കൊള്ളയുടെ വ്യാപ്തി പുറത്തു വന്നതോടുകൂടി ഇനി എത്ര സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് SITയുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. റോഷ്നി, എത്ര സ്വർണം കട്ടിട്ടുണ്ട് എന്നുള്ളത് അത് കണക്ക് സഹിതം തന്നെ ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ വിവരങ്ങൾ SITക്ക് ലഭിക്കേണ്ടതുണ്ട്. ഈ അന്വേഷണം അത് തകൃതിയായി തന്നെ നടക്കുകയാണ്.